ഉപകാരമില്ലാത്ത കാര്യങ്ങളിൽ വ്യാപൃതരാവരുത്. അടുത്തതാണ്, നമുക്കൊരു ഉപകാരമില്ല, ദുന്യാവിൽ ആഖിറത്തിൽ ഉപകാരമില്ലാത്ത കാര്യങ്ങൾ. ചിലത് ദുന്യാവിൽ ഉപകാരമുള്ളതായിരിക്കും, ചിലത് രണ്ടോടത്ത് ഉപകാരമുള്ളതായിരിക്കും, ചിലത് ആഖിറത്തിൽ പ്രത്യേകം ഉപകാരം. ഇങ്ങനെ ഉപകാരമില്ലാത്ത കാര്യങ്ങളിൽ വ്യാപൃതരാവാതിരിക്കുക. അത് നമുക്ക് മനസ്സിലാവും. ഒരു ഉപകാരമില്ല എന്നൊരു കാര്യത്തോട് അടുക്കുമ്പോൾ നമുക്ക് മനസ്സിലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഉപകാരമില്ലാത്ത കാര്യത്തിൽ നമ്മുടെ സമയം, സമ്പത്ത് ഇതൊന്നും ചെലവഴിക്കരുത്. അത് നമുക്ക് അസ്വസ്ഥതകൾ സമ്മാനിക്കും. കാരണം നമുക്ക് കുറെ കഴിയുമ്പോൾ മനസ്സിലാവുന്നൊരു ഉപകാരമില്ലല്ലോ, ഇല്ലാന്ന് തുടങ്ങി അപ്പം തന്നെ എന്ത് ചെയ്യണം? സ്കിപ്പ് ചെയ്യും. മറ്റൊന്ന് നമുക്കറിയാം, പ്രാർത്ഥിക്കുക. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്നത് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനി. അല്ലാഹുവേ, ഹൃദയം എന്ന് പറയുന്നത്, ഖൽബ് എന്ന് പറയുന്നത് കാറ്റത്ത് കെട്ടിയിട്ട തൂവല് പോലെയാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു. ഇങ്ങനെ മാറി മറയും. ഒന്നാമത്തെ സഫിലും രണ്ടാമത്തെ സഫിലൊക്കെ ഇരിക്കുമ്പോഴുള്ള ഈമാൻ വൈകി വരുന്ന ആളുകൾക്ക് ഉണ്ടാവില്ല. അയാള് കഴിഞ്ഞ ജുമാക്ക് ഒന്നാമത്തെ സഫിലായിരിക്കും. അങ്ങനെയുണ്ടാവും, മാറി മാറി വരും. ചില ആളുകൾ നന്മയിൽ മുൻപന്തിണ്ടാവും, ചില ദിവസം ബാക്കിലായിരിക്കും. ഇങ്ങനെ പല സന്ദർഭത്തിൽ ഈ തൂവൽ ആടുന്നത് പോലെ ഹൃദയം അങ്ങോട്ടും ഇങ്ങോട്ടും ആടും. അതുകൊണ്ട് നീ പ്രാർത്ഥിക്കൂ എന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രാർത്ഥനയാണ്. നബി എല്ലാ ദിവസവും പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി. എൻ്റെ ഹൃദയത്തെ നീ നിന്റെ അനുസരണത്തിലും നിന്റെ ദീനിലും അടിയുറപ്പിച്ച് നിർത്തണേ അല്ലാഹ്. വേറൊരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക നഫ്സൻ മുത്മഇന്ന. അല്ലാഹുവേ, എനിക്ക് സമാധാനമുള്ള മനസ്സ് നൽകണേ എന്ന് ആര് പ്രാർത്ഥിക്കും? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് സമാധാനം ഉണ്ടായത്. ഇതൊന്നും ചെയ്യാതെ സമാധാനം ഉണ്ടാവില്ല. അതാ ഞാൻ പറഞ്ഞത്, സമാധാനത്തിന് എന്തില്ല? കുറുക്കുവഴികളില്ല. അപ്പൊ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടത്. നമുക്കൊരു അസ്വസ്ഥത വന്നാൽ, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മദീനയിൽ എന്തോ ഒരു ഭൂകമ്പം, അല്പം ഭൂമി ഇങ്ങനെ കുലുങ്ങി, ആളുകളൊക്കെ പരിഭ്രാന്തരായി. ഉമർ റളിയല്ലാഹു അൻഹും പരിഭ്രാന്തരായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇനി കുലുങ്ങിയാൽ ഞാൻ മദീനയിൽ നിൽക്കൂല. കാരണം എന്താണ്? ഭൂമി ഇങ്ങനെ അടുപ്പിച്ച് കുലുങ്ങുക എന്ന് പറഞ്ഞാൽ പടച്ചോന് ഇഷ്ടമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇല്ല എന്നാണ് അർത്ഥം. അപ്പൊ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മർസുഖ്നി ഷഹാദ ഫീ ബലദി നബീക്. അല്ലാഹുവേ, എനിക്ക് നീ രക്തസാക്ഷിത്വം നൽകണം നിന്റെ നബിയുടെ നാട്ടിൽ മദീനയിൽ എന്ന് പ്രാർത്ഥിക്കാൻ. അത് ആ പ്രാർത്ഥന സമാധാന സ്വസ്ഥതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അല്ലാഹുവേ, രക്തസാക്ഷിത്വം നൽകും. ഉമർ റളിയല്ലാഹു അൻഹു പറയും, കാരണം മദീനയിൽ എന്തായാലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, പിന്നെ എങ്ങനെ രക്തസാക്ഷിത്വം ഉണ്ടാവുക? പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന എന്ത് കേട്ടു? അതിന്റെ ഭാഗമാണ് രക്തസാക്ഷിത്വം. മിഹ്റാബിൽ, മദീനയുടെ കരളിന്റെ കഷ്ണമാണ് മസ്ജിദുൻ നബവി. മസ്ജിദുൻ നബവിയുടെ മിഹ്റാബിലാണ് ഉമർ റളിയല്ലാഹു അൻഹു രക്തസാക്ഷിയായി. അതുകൊണ്ടാണ് അപ്പൊ ഇത് പ്രാർത്ഥന എന്ന് പറയുന്നത്, അള്ളാഹുവിനോടൊരു കാര്യം നമ്മൾ റിക്വസ്റ്റ് ചെയ്താൽ, പ്രാർത്ഥന രണ്ട് വിധമുണ്ട്. അപേക്ഷ നമ്മൾ വില്ലേജ് ഓഫീസിൽ കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ റിക്വസ്റ്റ് കൊടുത്താൽ മതി, അതിനൊരു ഫോം ഉണ്ടാവും. ആ ഫോമുള്ള പ്രാർത്ഥനയാണ് നിസ്കാരം, നോമ്പൊക്കെ. അത് ആ കോലത്തിൽ ചെയ്താലേ സ്വീകരിക്കുള്ളൂ. മറ്റൊന്നൊരു ഫോമും ഇല്ല, ഒരു കണ്ടീഷനും ബാധകമില്ലാത്ത പ്രാർത്ഥനയാണ് നമ്മൾ നടത്തുന്ന ഈ പ്രാർത്ഥനകളെല്ലാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക വ തഅതി. അല്ലാഹുവേ, നിന്റെ അനുസരണത്തിലും നിന്റെ ദീനിലും എൻ്റെ ഹൃദയത്തെ അടിയുറപ്പിച്ച് നിർത്തണേ എന്ന പ്രാർത്ഥന നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറഞ്ഞ പ്രാർത്ഥനയാണ്. നമ്മളും പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിലൂടെ നമ്മുടെ ഹൃദയത്തെ സമാധാനമുള്ള അള്ളാഹു പ്രവാചകന്മാർക്ക് നൽകിയ അനുഗ്രഹമായി എടുത്തു പറഞ്ഞ എന്താണ്? അലം നശ്റഹ് ലക സദർ. നിനക്ക് സ്വസ്ഥതയും സമാധാനവും നൽകി എന്ന് പറയുന്നത് നാം നൽകിയതാണ്. മൂസാ അലൈഹിസ്സലാം അള്ളാഹുവോട് പ്രാർത്ഥിച്ചെന്താണ്? റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വജ്അൽ ലി വസീറൻ മിൻ അഹ്ലി ഹാറൂന അഖ്ശുദ് ബിഹി യസ്രി. റബ്ബി ഇശ്റഹ് ലി സദ്രി. നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കേണ്ടതും അള്ളാഹ് നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് ഭക്ഷണവും വെള്ളവും വായുവുമല്ല, സമാധാനമാണ്. സമാധാനം ഇല്ലാത്തവർക്ക് ഭക്ഷണം കിട്ടിയിട്ടും കാര്യമില്ല, വെള്ളം കിട്ടിയിട്ടും കാര്യമില്ല, താഴേക്ക് ഇറങ്ങൂല. അതുകൊണ്ട് സമാധാനം അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. സമാധാനത്തിന് എന്തൊക്കെ വേണമെന്ന് അള്ളാഹും റസൂലും പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മുടെ കയ്യിലുള്ള സാധനമാണ്, വേറെ ഒടുക്കുന്നത് തേടിപ്പോവേണ്ട ആവശ്യമില്ല.
അത് ഉപയോഗിച്ച് സമാധാനം നേടാനുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തുക. പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും അതിന് തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ.